വെൽക്കം ടു കുക്കിംഗ് റഷ്. കുക്കിംഗ് റഷിൽ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റമാണ്, ചിക്കൻ ചീസ് ബോക്സ്. ഭക്ഷണം കഴിക്കാൻ പൊതുവെ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും. ഒരു ഹെൽത്തി സ്നാക്സ് ഐറ്റമാണ്. ബോക്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ട ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഞാനൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. 5 ടേബിൾ സ്പൂൺ കീമയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റ് ചെറിയ സൈസിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണിത്. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണിത്. ഞാൻ കുക്കറിലാണിത് വേവിച്ചെടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത മുസറല്ല ചീസ് ഇല്ലെങ്കിൽ ചഡാർ ചീസും യൂസ് ചെയ്യാം. വേണ്ടത് ക്രഷ്ഡ് മല്ലിയാണ്, 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. ഇനി ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അതിലോട്ട് 5 ടേബിൾ സ്പൂൺ കീമ ചേർക്കാം. ചിക്കൻ്റെ പകരം ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ചിക്കനും മട്ടനൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ക്യാരറ്റ് ചേർക്കാം. മസാല ചീസ് ആഡ് ചെയ്യാം. 1/2 കപ്പ് ചീസ് ഉണ്ടായിരുന്നു. ഇത് 1/2 hour മുമ്പ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്ര മെൽറ്റ് ആയിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ചേർക്കാം, ക്രഷ്ഡ് ചില്ലി. എരിവിന് വേണ്ടിയിട്ട് ഞാൻ വേറെ പെപ്പറോ മുളകോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പെപ്പർ ചേർക്കാം. ഞാൻ പെപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെവർക്ക് ഒറിഗാനോ അവോയ്ഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, ക്രഷ്ഡ് കൊറിയാൻഡർ ചേർക്കാം. കൊറിയാൻഡറിന് പകരം കൊറിയാൻഡർ ലീഫ് യൂസ് ചെയ്യാം. കൂട്ടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ ചീസ് ബോക്സിനുള്ള കൂട്ട് റെഡിയായി. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണോ, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ഫോം ആയിട്ടുണ്ട്. ഇവിടെ കൂട്ട് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ എടുക്കാം. ഞാനിവിടെ ചിക്കൻ ചീസ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു ബോക്സിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ബോൾ ഷേപ്പിലും ഉണ്ടാക്കാം. ഞാനിവിടെ 2 മോഡലും ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ബോൾ ഉരുട്ടിയതിന് ശേഷം ബോക്സിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമ്മുടെ ബോക്സ് ഷേപ്പിലും ബോൾ ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ചിക്കൻ ചീസ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലസാനിയ ഷീറ്റാണ്. ഇനി ലസാനിയ ഷീറ്റ് ഇല്ലാത്തവർ സമൂസ ഷീറ്റും യൂസ് ചെയ്യാം. ഇനി സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ,
2 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് പരത്തിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക. വീതി കുറച്ചിട്ട് വളരെ സ്ലിം ആയിട്ടൊരു റിബൺ സൈസിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്യുമ്പോൾ വളയുന്നുള്ളവർക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോക്സസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാറ്ററി റെഡിയായി. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ്. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലസാന ഷീറ്റ് റെഡി. ലസാന ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോക്സ് എടുത്തിട്ട് ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കണം. കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്യാം. എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സസും ബോൾസും എല്ലാം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ലസാനിയ ഷീറ്റ് ഇതുപോലെ നീളത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കുറച്ചെടുത്തിട്ട് അതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാലും മതി. എന്നിട്ട് വേറൊരു ലസാനിയ ഷീറ്റ് അതുപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെയും ബാറ്റർ ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ വെച്ചിട്ടുള്ള ലസാനിയ ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ബോക്സ് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ 2 ഷീറ്റൂടെ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ 2 എൻഡും ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണം. മറ്റേ സൈഡിലുള്ള ഷീറ്റും അതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് ഒട്ടിച്ചു. അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പോർഷന് ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് ഒരേ സൈസിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ബോക്സ് റെഡിയായി. ഇതുപോലെ മറ്റുള്ള ബോക്സും റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള ബോക്സ് ഞാൻ ഒന്ന് ടൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ നിങ്ങൾക്ക് തോന്നും. ചിക്കൻ ചീസ് ബോക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഓരോ ബോക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ആയതുകൊണ്ട് അതൊന്ന് കുക്കാവാൻ ടൈം എടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലസാനിയ ഷീറ്റ് അത് പെട്ടെന്ന് കരിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ചീസ് ബോക്സ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾവശമെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒരു ട്രേയിൽ ടിഷ്യൂ വെച്ചിട്ട് അതിലോട്ട് മാറ്റാം. ഇനി ബോക്സിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പും ഒരു മല്ലിയിലെല്ലാം വെച്ചിട്ട് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാനും സൂപ്പറാണ്. അധികം ഓയിലി ഒന്നുമല്ല, കാണുമ്പോൾ ഓയിലി ഒന്നുമല്ല. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം.